വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പോലും കഴിയാത്ത ദുരന്തത്തിൻ്റെ പിടിയിൽ വയനാട്. രക്ഷാപ്രവർത്തകർ നിസ്സഹായരായി നിൽക്കുന്നു. മുന്നിൽ ദുരന്തത്തിൻ്റെ ഭീതിപ്പെടുത്തുന്ന കാഴ്ച. പുലർച്ചെയുണ്ടായ വൻ ഉരുൾപൊട്ടലിൻ്റെ വ്യാപ്തിയുടെ പൂർണ്ണചിത്രം പോലും വ്യക്തമല്ല. രക്ഷാപ്രവർത്തനത്തിനായി അപേക്ഷിക്കുന്ന മനുഷ്യർ. ദുരന്തത്തിൽപ്പെട്ടവരുടെ അരികിലേക്ക് സഹായഹസ്തവുമായി എത്താൻ കഴിയാതെ നിസ്സഹായരായി രക്ഷാപ്രവർത്തകർ. ഇതാണ് ഹൈസ്കൂൾ. സ്കൂളുകളൊക്കെ മൊത്തം പോയിക്കണം. ഇതാണ് സ്കൂളൊക്കെ മൊത്തം പോയി, എല്ലാം പോയി. സ്കൂളൊക്കെ ഒലിച്ചുപോയി. വയനാട്ടിലെ മുണ്ടക്കൈയിലാണ് വൻ ഉരുൾപൊട്ടലുണ്ടായത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു ആദ്യം ഉരുൾപൊട്ടിയത്. പിന്നീട് 4:30 വീണ്ടും ഉരുൾപൊട്ടി. മുണ്ടക്കൈ അട്ടമല പ്രദേശത്തേക്കുള്ള ഏക പാലമായ ചൂരൽമല പാലവും പ്രധാന റോഡും പൂർണ്ണമായും തകർന്നു. അതോടെ ഇവിടെ നിന്നുള്ള വിവരങ്ങളും ലഭ്യമല്ല. രക്ഷാപ്രവർത്തകർക്ക് ദുരന്ത പ്രദേശത്തേക്ക് എത്തിച്ചേരാനും കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാനും കഴിയാത്ത സാഹചര്യമാണ്. നിലവിൽ 250 അംഗ NDRF സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ചൂരൽപ്പുഴയ്ക്ക് ഇക്കരെയുള്ള ഭാഗത്താണ് രക്ഷാപ്രവർത്തകരുള്ളത്. മുണ്ടക്കൈ മേഖലയിലേക്കും ചൂരൽപ്പുഴയ്ക്ക് അക്കരയ്ക്കും എത്തിപ്പെടാനായി താൽക്കാലിക പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം നടത്താനാണ് ശ്രമം. രക്ഷാപ്രവർത്തനം വ്യോമമാർഗം മാത്രം സാധ്യമാകുന്ന സാഹചര്യമാണുള്ളത്. സൈന്യം എത്തിയാൽ ഇവിടെ താൽക്കാലിക പാലം നിർമ്മിക്കാനാണ് നീക്കം. കുത്തിയൊലിച്ചു വരുന്ന പുഴയിലൂടെ രക്ഷാപ്രവർത്തനം ശ്രമകരമാണ്. അതിനാൽ ഹെലികോപ്റ്റർ എത്തിക്കാനും സംസ്ഥാനം ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി എയർലിഫ്റ്റിൻ്റെ സാധ്യത പരിശോധിക്കാൻ സുളൂരിൽ നിന്ന് വ്യോമസേനയുടെ 2 ഹെലികോപ്റ്ററുകൾ വയനാട്ടിലെത്തും. പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. കാലാവസ്ഥ പ്രതികൂലമായാൽ ഹെലികോപ്റ്ററുകൾക്ക് പ്രവർത്തിക്കാനും കഴിയാതെ വരും. ഉരുൾപൊട്ടലിൽ വൻ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. നിലവിൽ 40-ലധികം മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. മരണസംഖ്യ ഇനിയും ഉയരും. ശിരൂരത്തെ പ്രശ്നത്തിലായിരുന്നു. മാറി പറയണ്ട. എന്റെ കൂട്ടുകാരന്റെ ഫാമിലി മൊത്തം പോയി. പാടി നമ്മുടെ കൈ 7 പേരാ. എവിടെ നിന്നും അറിയില്ലല്ലോ. എന്റെ മോളെ കൂടെ അരപ്പറ്റ പഠിക്കുന്നത്. ഇതേ അങ്ങോട്ട് പോകാൻ വഴിയില്ലേ, ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ പോയി. ഇതാണ് നമ്മളെ മുണ്ടക്കായ് ഇപ്പൊ പൊട്ടിയിട്ടുള്ള അവസ്ഥ. ഇതാണ് ഇതാ അലിക്കാക്കന്റെ പെര ഇതൊക്കെ നിൽക്കുന്ന ഏരിയ ഇത്. പച്ചക്കാട് പോയ മരുന്നതാ. ചൂരുമല കാണണമൊക്കെ ഇവിടുന്ന്. വയനാട് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലാണിത്. ഇവിടുത്തെ അമ്പലം, സ്കൂൾ കെട്ടിടം, വീടുകളെല്ലാം പോയി.